ഡൽഹിയുടെ തെരുവുകളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റുയർന്നു. അത് ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കി. വിരാട് കോഹ്ലി വെറുമൊരു പേരല്ല, അതൊരു ജ്വാലയാണ്. പോരാട്ടത്തിന്റെയും അഭിനിവേശത്തിന്റെയും അഗ്നിയിൽ നിന്ന് വിരിഞ്ഞ ഇതിഹാസം. അവൻ ബാറ്റ് ചെയ്തത് വെറുമൊരു കളിക്ക് വേണ്ടിയല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്. ഓരോ റണ്ണും ഓരോ തേരോട്ടമായിരുന്നു. ഓരോ സെഞ്ചുറിയും ഒരു കിരീടധാരണം പോലെ തിളങ്ങി. അവൻ ക്രീസിൽ നിലയുറപ്പിക്കുമ്പോൾ എതിരാളികളുടെ ഹൃദയമെടുപ്പ് വേഗത്തിലായി. പന്തുകൾ അവനെ ഭയന്നു, ബൗണ്ടറികൾ വഴിമാറി നടന്നു. അണ്ടർ 19 ലോകകപ്പിൽ ഒരു നായകന്റെ തിളക്കത്തോടെ അവൻ പട നയിച്ചു. അതായിരുന്നു ഈ ഇതിഹാസ യാത്രയുടെ ആദ്യത്തെ അധ്യായം. പിന്നീട് ഇന്ത്യൻ ജേഴ്സിയിൽ അവൻ ഒരു വിസ്മയമായി വളർന്നു. 2008 ശ്രീലങ്കയ്ക്കെതിരെ നടന്ന അരങ്ങേറ്റ മത്സരം, തുടക്കത്തിലെ പോരാട്ടങ്ങൾ, ടീമിലെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾക്കൊടുവിൽ അവൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അവിഭാജ്യ ഘടകമായി മാറി. 2011 ലോകകപ്പ് വിജയം ആ യാത്രയിലെ ഒരു സുവർണ ഏടായിരുന്നു. പിന്നീട് അങ്ങോട്ട് റെക്കോർഡുകൾ അവനു വേണ്ടി വഴിമാറി. പുതിയ ഇതിഹാസങ്ങൾ പിറവിയെടുത്തു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ രണ്ടാമത്തെ താരം എന്ന നേട്ടം അവനെ തേടിയെത്തി. ടെസ്റ്റിലും ഏകദിനത്തിലും അതിവേഗം നിശ്ചിത റൺസ് പിന്നിട്ട ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് അവൻ സ്വന്തമാക്കി. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന ഖ്യാതിയും അവന് മാത്രം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്നതും അവന്റെ കിരീടത്തിലെ പൊൻതൂവലാണ്. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡും IPLൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡും അവനല്ലാതെ മറ്റാർക്കാണ് സ്വന്തമാക്കാൻ കഴിയുക? ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും 50-ലധികം ശരാശരിയുള്ള ഏക താരം എന്ന അപൂർവ നേട്ടവും അവനുണ്ട്. വിജയത്തിന്റെ കൊടുമുടിയിൽ അവൻ ഒറ്റയ്ക്ക് വിഹരിച്ചു. ലോകകപ്പ് കിരീടത്തിൽ അവന്റെ കയ്യൊപ്പ് പതിഞ്ഞു. 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ അവൻ ടീമിനെ നയിച്ചു. ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ ഒന്നാമതെത്തിച്ചപ്പോൾ ലോകം അവനെ വിസ്മയത്തോടെ നോക്കി. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ നായകനായി അവൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ കരിയറിൽ താഴ്ചകളും അവനുണ്ടായി. നായക സ്ഥാനം ഒഴിഞ്ഞപ്പോൾ വിമർശനങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ബാറ്റിംഗിൽ താളം തെറ്റിയപ്പോൾ സംശയത്തിന്റെ നിഴലുകൾ പിന്തുടർന്നു. പക്ഷേ ഫീനിക്സ് പക്ഷിയെപ്പോലെ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. പോരാട്ട വീര്യത്തിന്റെ പര്യായമായി കോഹ്ലി കളിക്കളത്തിൽ നിറഞ്ഞു നിന്നു. പരിക്കുകൾ അവനെ തളർത്തിയെങ്കിലും അവൻ ശക്തമായി തിരിച്ചു വന്നു. സമീപ വർഷങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നായക സ്ഥാനം കോഹ്ലി ഒഴിഞ്ഞത് ഒരു വഴിത്തിരിവായിരുന്നു. ടീമിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ശേഷം ആ പദവിയിൽ നിന്നുള്ള കോഹ്ലിയുടെ പിന്മാറ്റം ആരെയും അത്ഭുതപ്പെടുത്തി. എങ്കിലും ഒരു കളിക്കാരനെന്ന നിലയിൽ കോഹ്ലിയുടെ പോരാട്ട വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഓരോ മത്സരത്തിലും ടീമിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവൻ ഇപ്പോഴും ശ്രമിക്കുന്നു. അവൻ വെറും ഒരു കളിക്കാരനല്ല, ഒരു പ്രചോദനമാണ്. യുവതലമുറയ്ക്ക് അവനൊരു പാഠപുസ്തകമാണ്. എങ്ങനെ സ്വപ്നം കാണണം, എങ്ങനെ പോരാടണം, എങ്ങനെ വീണ്ടും തിരിച്ചു വരണം എന്നതിന്റെ ഉത്തമ ഉദാഹരണം. വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹൃദയമെടുപ്പാണവൻ. റെക്കോർഡുകൾക്കപ്പുറം ഒരു വികാരമാണ്. ഈ പോരാട്ട വീരൻ ഇനിയും എത്ര കാലം ഈ പിച്ചിൽ നിറഞ്ഞാടുമെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒന്നുറപ്പാണ്, അവൻ കളിച്ച ഓരോ നിമിഷവും ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടും. അവനൊരു ഇതിഹാസമാണ്, കാലം കാത്തു സൂക്ഷിക്കുന്ന ഒരു അമൂല്യനിധി. അവന്റെ യാത്ര ഇനിയും തുടരും. കൂടുതൽ റെക്കോർഡുകൾ അവൻ സ്വന്തമാക്കും. കൂടുതൽ വിജയങ്ങൾ അവൻ ടീമിന് സമ്മാനിക്കും. ഈ അഗ്നിക്കിടാതെ കാക്കുന്ന ഒരു ജനതയുടെ പ്രതീക്ഷയാണ് അവൻ. നായകസ്ഥാനം ഒഴിഞ്ഞെങ്കിലും അവന്റെ ബാറ്റിൽ നിന്ന് ഇനിയും റൺമഴ പെയ്യും. അവന്റെ പോരാട്ട വീര്യം ഈ രാജ്യത്തിന് കരുത്തേകും. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്